ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ് എന്ത്, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ. ഇപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ജാവലിൻ ത്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ജാവലിൻ ത്രോയിൽ ജാവലിൻ ത്രോ ചെയ്ത് കഴിയുമ്പം ആ ജാവലിൻ ട്രാവൽ ചെയ്യുന്നൊരു പാത്തില്ലേ, അവിടെ എറിയുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഒരു സർട്ടൻ ആംഗിളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ജാവലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ജാവൽ എന്ത് ചെയ്യും, ഒരു പാത്തിലൂടെ ട്രാവൽ ചെയ്ത്, ഒരു സർട്ടൻ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ വന്ന് വീഴും. അപ്പോൾ അതിൻ്റെ ഒരു ട്രാവൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടാവുക എന്നുള്ള കാര്യം എന്ത് ചെയ്യും, ക്ലിയർ ആവും. അതായത് ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ മോഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡിനോട്ട് ചെയ്യാൻ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രാഫാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കണം, എന്താണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എനി ഒബ്ജക്ട് വിച്ച് ഈസ് ത്രോൺ ഇൻ ടു സ്പേസ് വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി and which is projected at an angle other than 90 degree which is moving only under the influence of gravity is called a projectile. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എയറിലേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കണം, ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് നോക്കുമ്പോൾ 90 ഡിഗ്രി ആകരുത്. 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കല്ലെടുത്തിട്ട് നേരെ മുകളിലേക്ക് എറിയുന്നത്, ആ ഒരു കേസ് പ്രൊജക്ടൈൽ മോഷൻ അല്ല. അതായത് 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ എയറിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. അത് മൂവ് ചെയ്യുന്നത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്താണ് പറയുക, ഒരു മിസൈൽ നമ്മൾ വിക്ഷേപിക്കുന്നു, അവിടെ അതിൻ്റെ ത്രൂ ഔട്ട് ആ പാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മോഷനെ സഹായിക്കാൻ വേണ്ടി അതിന് ഇഗ്നീഷൻ, അതായത് അത് കത്തുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടെ എന്തല്ല, നമുക്കത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ് അത് മൂവ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു ജാവലിൻ നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുക്കുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ വെലോസിറ്റിയും പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസും കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റ് ആ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മോഷനെ നമുക്ക് എന്ത് പറയാം, അതൊരു പ്രൊജക്ടൈൽ മോഷനാണെന്ന് പറയാം. അപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൻ ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിലായിരിക്കരുത് നമ്മൾ അതിനെ എന്ത് ചെയ്തിരുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് മൂവ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി, അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷനെ നമുക്ക് എന്ത് പറയാം, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൊജക്ടൈൽ മോഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഗ്രാഫിന് 2 ആക്സിസ് ഉണ്ട്. ഏതൊക്കെ, എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പിനെ നമ്മൾ എന്ത് പറയും, ട്രജക്ടറി എന്നാണ് പറയുക. ട്രജക്ടറി, അതായത് ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ പാത്തിൻ്റെ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ട്രജക്ടറി എന്ന് വിളിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അത് ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ട്രാവൽ ചെയ്യാൻ ചാൻസ്, 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രൊജക്ടൈൽ മോഷനുള്ള ഒരു ഒബ്ജക്റ്റ് മാക്സിമം ദൂരം കവർ ചെയ്യാൻ വേണ്ടി ചാൻസ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒന്ന് ഞാൻ റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. ഇവിടെ നീ നോക്കിക്കേ, ABC എന്ന് പറയുന്നതാണ് ആ ട്രജക്ടറിയെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. നിങ്ങൾ ഓർക്കുക, ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് താഴേക്ക് വരാൻ കാരണം എന്താ, ആക്സിലറേഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പുൾ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ എന്താണ്, ഡൗൺവേർഡ്സ് ആണ്. അതായത് ഇവിടെ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ മാത്രമാണ്, വൈ ഡയറക്ഷനിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി മുഴുവൻ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ട് ഒബ്ജക്റ്റ് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നത്. എക്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഇവിടെ ആക്സിലറേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മോഷനിൽ ത്രൂ ഔട്ട് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് കൂടുന്നതും കുറയുന്നതും, അതായത് ചേഞ്ച് ചെയ്യുന്നത് മുഴുവൻ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലേക്ക് എടുത്തു വെക്കണം. അതായത് ഇവിടെ ആക്സിലറേഷൻ അനുഭവപ്പെടുന്ന ഏത് ഡയറക്ഷനിലാണ്, വൈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നതും ഏത് ഡയറക്ഷനിൽ മാത്രമായിരിക്കും, വൈ ഡയറക്ഷനിലായിരിക്കും. എക്സ് ഡയറക്ഷനിൽ എന്തില്ല, വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. നിങ്ങൾ വെക്ടറിൻ്റെ റെസൊല്യൂഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഒരു തീറ്റ ആംഗിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ തീറ്റനെ 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാലോ, 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇനി റെസൊല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അതിനായിട്ട് വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം. എന്താണ് റെസൊല്യൂഷൻ, ഡെയിലി ലൈഫിൽ റെസൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ വെക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ ഉള്ളത് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു തീറ്റ ആംഗിളാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. എപ്പോഴും തീറ്റയോട് ചേർന്ന് കിടക്കുന്ന ഏതായിരിക്കും, കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ എക്സ് ആക്സിസിൽ UX = എന്ത് എഴുതിയിരിക്കുന്നത്, U cos θ എന്ന് എഴുതിയിരിക്കുന്നു. വൈ ഡയറക്ഷനിലുള്ളത് എന്താണ് ഇവിടെ,
സൈൻ കമ്പോണൻറ്റ്, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ദെയർഫോർ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് എന്ത് എഴുതാം, യു സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ആക്സിലറേഷൻ അനുഭവപ്പെടുന്ന താഴേക്കാണ്. അതുകൊണ്ട് തന്നെ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്കാണ് എന്ത് ചെയ്യുക, എപ്പോഴും ചേഞ്ച് ഉണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി എന്ത് ചെയ്യും, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞ് അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ എന്താകും, വെലോസിറ്റി 0 ആകും. പിന്നെ താഴേക്ക് വീണ്ടും എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും. പക്ഷേ ഡയറക്ഷൻ മുമ്പേ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ മുമ്പേ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, വൈ കമ്പോണൻറ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. എക്സ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ യാതൊരുവിധ ആക്സലേഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മോഷനിൽ ത്രൂ ഔട്ട് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് യു എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, യു കോസ് തീറ്റ ആയിരിക്കും. അപ്പം അത് 3 പൊസിഷനിൽ ഞാൻ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. അതായത് തുടങ്ങുന്ന ഒരു പൊസിഷനിൽ മാക്സിമം ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പോയിന്റിൽ ഈ 3 പോയിന്റിലും എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഏതാണ് വെലോസിറ്റി, എക്സ് ഡയറക്ഷനിലത് യു കോസ് തീറ്റയാണ്, വൈ ഡയറക്ഷനിലത് യു സൈൻ തീറ്റയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. ബി എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്റ്റിൻ്റെ മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് എത്തുന്നത്, വെലോസിറ്റി മുകളിലേക്ക് പോകാനുള്ള വെലോസിറ്റി മുഴുവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വൈ കമ്പോണൻ്റ് അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോഴും ആര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് അവിടെ, എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി യു കോസ് തീറ്റ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റ് താഴേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മുമ്പേ ഉള്ളതിൻ്റെ എന്താവും, നേരെ ഓപ്പോസിറ്റ് ആവും. അതായത് വൈ ഇത്രയും നേരം മുകളിലേക്കാണ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. യു വൈ എന്ന് പറയുന്ന വെലോസിറ്റി മുകളിലേക്കായിരുന്നു. ഇനി വെലോസിറ്റി യു വൈ എന്ന് പറയുന്ന വെലോസിറ്റി താഴേക്കായിരിക്കും. അതുകൊണ്ടാണ് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കുള്ള വെലോസിറ്റിനെ ഞാൻ യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് യു സൈൻ തീറ്റ എന്ന് കാണിച്ചത്. ഇത്രയുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഈ 3 കേസിലും എക്സ് കമ്പോണൻ്റുള്ള വെലോസിറ്റി എന്ത് തന്നെയാണ്, യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രാഫ് ഒന്ന് നോക്കി ഈ കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, എക്സ് ആക്സിസിലെ വെലോസിറ്റി ഏതാ, യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റയാണ്. ഇനി എക്സ് ആക്സിസിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ എക്സ് ആക്സിസിന് താഴെ എ എക്സ് ഈക്വൽ ടു 0 എന്ന് ഒന്നും കൂടെ എടുത്തെഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി വൈ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിസിലെ വെലോസിറ്റി വി വൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യു വൈ എന്ന് പറയുന്നത് എന്താ, യു സൈൻ തീറ്റയാണ്. ഓക്കെ, അതാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി വൈ ഡയറക്ഷനിൽ അനുഭവപ്പെടുന്ന ആക്സലറേഷൻ എന്താണ്, -g എന്നും ഡിനോട്ട് ചെയ്യുന്നു. അതായത് വെലോസിറ്റി എങ്ങനെയാണ്, ആദ്യം ഇൻക്രീസ് ചെയ്യും. അതായത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആകും, വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആകും. പിന്നെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. എങ്ങനെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ നിന്ന് 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന്, ഈ ഒബ്ജക്റ്റ് ഇനീഷ്യൽ പൊസിഷൻ എയിൽ നിന്നും സിയിലേക്ക് എത്താൻ ടോട്ടൽ എത്ര സമയം എടുത്തു. അതുപോലെ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്തുന്നുണ്ടല്ലോ, ആ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷൻ. അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ ഇത് സഞ്ചരിച്ച ദൂരം ഉണ്ടല്ലോ, ഇപ്പോൾ ജാവലിനാണെങ്കിൽ നമ്മൾ എറിയുന്നിടം തൊട്ട് അത് വന്ന് പതിക്കുന്നിടം വരെ എത്ര ദൂരത്തിലേക്ക് അത് സഞ്ചരിച്ചു, അതിനെ നമ്മൾ വിളിക്കും ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കും. ഈ 3 കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഓർക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്ന സമയത്തും മാക്സിമം ഹൈറ്റ് കാണുന്ന സമയത്ത് നമ്മൾ വൈ ഡയറക്ഷനിലെ വാല്യൂസ് വെച്ചിട്ടാണ് മുഴുവൻ സോൾവ് ചെയ്യുന്നത്. അത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഡെറിവേഷൻ മറന്നു പോകില്ല. നിങ്ങൾ കാണാതെ പഠിക്കാൻ നോക്കിയാൽ എപ്പോഴും നിങ്ങൾക്ക് സ്ക്വയറോ 2ഓ എന്നൊക്കെ പറഞ്ഞ് നമ്പർ മാറി പോകും. നിങ്ങളത് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇത് തെറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണും. ടൈം ഓഫ് ഫ്ലൈറ്റ് ഞാനിവിടെ 2 ഘട്ടമായിട്ടാണ് കാണുന്നത്. അതായത് എ മുതൽ ബി വരെ എടുക്കാൻ എത്ര സമയം എടുത്തു, അത് തന്നെയായിരിക്കും ബി മുതൽ സി വരെ അത് ട്രാവൽ ചെയ്യാൻ എടുത്തത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എ മുതൽ ബി വരെ എത്താൻ എത്ര സമയം എടുത്തു എന്ന് കൺസിഡർ ചെയ്യുന്നു. എ മുതൽ ബി വരെ എന്ന് പറയുമ്പോൾ ഇവിടെ വേരി ചെയ്യുന്ന എന്താണ്, വൈ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വൈ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ, യു വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും, യു സൈൻ തീറ്റയാണ്. ബിയിലെത്തുമ്പോൾ അതാണല്ലോ ഫൈനൽ പൊസിഷൻ ഈ കേസിൽ. അപ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 എന്ന് വരും. വൈ ഡയറക്ഷനിലെ ആക്സലറേഷൻ എന്താണ്, -g ആണ്. കാരണം ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നു, ആക്സലറേഷൻ ഉണ്ടാകുന്ന എങ്ങോട്ടാണ്, താഴേക്കാണ്. അപ്പോൾ അതാണ് -g എന്ന് എടുത്തിരിക്കുന്നത്. ടൈം എന്തെടുത്തിരിക്കുന്നു, t എന്ന് എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടല്ലോ, v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ആ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി അല്ലേ, അതെന്താണ്, 0 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി അത് എത്രയാ, യു സൈൻ തീറ്റയാണ്. ഇനി പ്ലസ് എ ടി ആണ്, എ എന്ന് പറയുന്ന ആക്സലേഷൻ, അതിവിടെ -g ആണ്. ടി എന്ന് പറയുന്നത് ടി തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടി, യു സൈൻ തീറ്റ -g t എന്ന് കിട്ടി. അപ്പോൾ ആ -g നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു GT എന്ന് കിട്ടും. അവിടുന്ന് ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം, യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ g എന്ന് കിട്ടും. ഇത് എവിടെ നിന്ന് എവിടം വരെ ഉള്ളതാ, എ മുതൽ ബി വരെ എത്താൻ എടുത്ത സമയമാണ്.
അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി ആയിരിക്കുമല്ലോ ബിയിൽ നിന്ന് സിയിലേക്ക് എടുത്തത്, അല്ലെങ്കിൽ അത്ര തന്നെ എന്തിലും എടുത്തിട്ടുണ്ടാവും, ബിയിൽ നിന്ന് സിയിലേക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ചതിൻ്റെ 2 മടങ്ങല്ലേ. അതാണ് നമ്മൾ അവസാനം എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ടൈം ടേക്കൺ അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു 2T, ദാറ്റ്സ് ഈക്വൽ ടു 2U sin θ/g എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കാൻ നിൽക്കരുത്. ഇനി അടുത്തത് മാക്സിമം ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി എന്ന് പറയുന്ന പൊസിഷൻ, എയിൽ നിന്നും ബിയിലേക്കും അത് എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അതാണല്ലോ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെയും ഇനീഷ്യൽ വെലോസിറ്റി UY, നമ്മൾ വൈ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് UY എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി U sin θ ആണ്. ഫൈനൽ വെലോസിറ്റി VY എന്താണ്? ഇവിടെയും 0 ആണ്. ബിയിലെത്തും ഫൈനൽ വെലോസിറ്റി 0 അല്ലേ. ആക്സലേഷൻ മുമ്പത്തെ പോലെ തന്നെയാണ്, -g ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് S നമുക്ക് എന്തെന്ന് എടുക്കാം? മാക്സിമം ഹൈറ്റ് അല്ലേ. ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച മാക്സിമം ദൂരം, അതിനെ നമ്മൾ H എന്ന് കൊടുത്തിരിക്കുന്നു. നമ്മളിനി എന്ത് ചെയ്യുന്നു? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ V² = U² + 2as എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. V = 0 ആണ്. യുവിന് പകരം, U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, അതിന് പകരം എന്ത് കൊടുക്കുന്നു? U² sin² θ. യുവിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പം U sin θയുടെ മൊത്തം സ്ക്വയർ, അതാണ് U² sin² θ. ഇനി A എന്ന് പറയുന്നത് -g ആണല്ലോ, അതുകൊണ്ടാണ് അവിടെ പ്ലസ് മാറി മൈനസ് ആയത്. ദാറ്റ് ഈസ് -2 ഇൻറ്റു എക്ക് കഴിഞ്ഞാൽ എന്ത് വരും? G എന്ന് വരും. എസിന് പകരം H എന്ന് വരും. -2gh. ഇനി ആ -2gh സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാകും? U² sin² θ = 2gh എന്ന് വരും. അതിൽ നിന്നും H ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? U² sin² θ / 2g എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ വൈ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വൈ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി, വൈ ഡയറക്ഷനിലെ ഫൈനൽ വെലോസിറ്റി, വൈ ഡയറക്ഷനിലെ ആക്സലറേഷൻ, വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ 3 കാര്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അത് നമ്മൾ എന്താണ്? എ മുതൽ സി വരെ എത്ര ദൂരം ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ഏത് ആക്സിസാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്? എ മുതൽ സി വരെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ ഏതാ? എക്സ് ആക്സിസ് ആണല്ലേ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ എക്സ് ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എടുക്കുന്ന എല്ലാ വാല്യൂസും ഏതായിരിക്കും? എക്സ് ആക്സിസിലെ വാല്യൂസ് ആയിരിക്കും. അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് നമ്മൾ എടുക്കുക UX ആണ്. എക്സ് ആക്സിസിലെ ഇനീഷ്യൽ വെലോസിറ്റി, അതാണ് UX. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? U cos θ എന്ന് വരും. ഇനി എക്സ് ആക്സിസിലെ ആക്സലേഷൻ നമ്മൾ പറഞ്ഞു, ആക്സലേഷൻ ഏതിൽ മാത്രമേ ഉള്ളൂ? വൈ ഡയറക്ഷനിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിലെ ആക്സലേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇനി എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ മുതൽ സി വരെ, അതും ടോട്ടൽ സഞ്ചരിച്ച ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് R എന്ന് വിളിക്കുന്നത്. അപ്പോൾ SXന് പകരം എന്ത് കൊടുക്കാം? R എന്ന് കൊടുക്കാം. ഇനി T എന്ന് പറഞ്ഞാൽ സമയമാണല്ലോ. സമയം എന്ന് പറഞ്ഞാൽ എന്താ? എ മുതൽ സി വരെ എത്താനെടുത്ത സമയം, അതെന്ത് തന്നെയാണ്? ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് മോഷൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് S ഈസ് ഈക്വൽ ടു UT + ½ AT² എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുവിന് പകരം ഏത് കൊടുക്കാം? എക്സ് ആക്സിസിലാണ്, അപ്പം U cos θ ഇൻറ്റു ഇവിടെ T എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ടൈമാണ്, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻറ്റു T പ്ലസ് ബാക്കി എല്ലാ ടേമും 0 ആയി പോകും. കാരണം എന്താ? അവിടെ ആക്സലറേഷൻ ഇല്ല. എക്സ് ആക്സിൽ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇല്ല. ഇനി U cos θ ഇൻറ്റു T നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? 2U sin θ/g ആണ്. അവിടെ നമ്മൾ യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? U² എന്ന് കിട്ടും. പിന്നെയുള്ള എന്താ? sin θ cos θ. അപ്പോൾ U² മാത്രം അവിടെ നിർത്തി, ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 2 sin θ cos θ, ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന റിലേഷനാണ്. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ എന്താ? sin 2θ ആണ്. അപ്പോൾ U² അതേപോലെ എഴുതി 2 sin θ cos θ എന്നുള്ള ന്യൂമറേറ്ററിലുള്ള ടേംസിന് പകരം എന്ത് കൊടുക്കാം? sin 2θ എന്ന് വരും, /g എന്ന് കിട്ടും. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ത് വരും? U² × sin 2θ /g എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസ് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇത് മറന്നുപോകും. അപ്പോൾ ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. ഓരോ പോയിന്റിലെയും എക്സ് ആക്സിലെയും വൈ ആക്സിലെയും വെലോസിറ്റികൾ കൃത്യമായി എഴുതാൻ വേണ്ടി പഠിക്കുക. അതിനുശേഷം എക്സ് ആക്സിൽ ആക്സലേഷൻ ഇല്ല എന്നുള്ള കാര്യവും വൈ ആക്സിൽ മാത്രമാണ് ആക്സലേഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനും മാക്സിമം ഹൈറ്റ് കാണാനും നമ്മൾ എന്താണ്? വൈ ആക്സിസിലെ വാല്യൂസ് ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലുറപ്പിക്കുക. ഹൊറിസോണ്ടൽ റേഞ്ച് കാണുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിലെ, കാരണം ഹൊറിസോണ്ടൽ റേഞ്ച് പറഞ്ഞാൽ എ മുതൽ സി വരെയുള്ള ദൂരം, അപ്പോൾ നമുക്ക് വേണ്ട എന്താ? എക്സ് ആക്സിലെ വാല്യൂസ് ആണ് എടുക്കുന്നുള്ള കാര്യം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏത് തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഴുതാൻ വേണ്ടി പറ്റും. അല്ലാതെ നിങ്ങൾ കാണാതെ പോയി പഠിച്ചിട്ട് എക്സാമിന് എഴുതുമ്പം
നിങ്ങൾ ഒന്നാമത്തെ ടെൻഷനിലാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 തവണ ഈ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂസ് അല്ലെങ്കിൽ ആ ചിത്രം കറക്റ്റ് വരയ്ക്കുക. എന്നിട്ട് ഓരോന്നിലും ഏത് ആക്സസ് എടുക്കുന്നു എന്നത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ പോർഷൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്